നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഗുഡ് മോർണിംഗ് ചേച്ചി. ചേച്ചി ഇന്ന് നേരത്തെ ആണല്ലോ. കിച്ചൺ മൊത്തത്തിലൊന്നും തുടച്ചു വൃത്തിയാക്കാനുണ്ടായിരുന്നു, അതാ നേരത്തെ ഇങ്ങ് പോകുന്നത്. കിച്ചന്റെ കീ ഇങ്ങ് തന്നായിരുന്നു അല്ലേ? നോക്കട്ടെ. ആ ആഹാ, നേരം വെളുക്കുന്നതിന് മുമ്പ് ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയോ? നമുക്കും ജീവിച്ചല്ലേ പറ്റൂ. നിങ്ങളുടെ സാറ് ജോലിന്ന് പറഞ്ഞു വിട്ടെന്ന് കരുതി പട്ടിണി കിടന്ന് ചാവാനൊന്നും പറ്റില്ലല്ലോ. ഇവിടുത്തെ ജോലി പോയ കാര്യത്തിൽ ഞാൻ രാജേഷിനെ കുറ്റം പറയും. സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ നിൽക്കാതെ ഇറങ്ങിപ്പോവാൻ ആരാ പറഞ്ഞേ? അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ ഗ്യാസ് കിട്ടി ചുമക്കേണ്ടി വന്നത്. ഇത്രയും സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ചാ ആ CKC എന്നെ തല്ലിയത്. ജോലി വേണമെന്ന് കരുതി പട്ടിയെ പോലെ നിന്നു കൊടുക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. സ്വർഗത്തിലെ പട്ടിയാവുന്നതിന് നല്ലത് നരകത്തിലെ രാജാവാകുന്നതാ. ഒരു ദിവസം നോക്കിക്കോ, ഇതുപോലൊരു ഗ്യാസ് ഊറ്റി കൊണ്ടുവന്ന് ആ CKCയുടെ ക്യാബിനിൽ വെച്ച് തുറന്നങ്ങ് വിടിഞ്ഞാൻ. ചില സമയങ്ങളിൽ വന്നു കയറി ഉടനെയുള്ള അയാളുടെ സീറ്റ് കത്തിപ്പുണ്ടല്ലോ, ഒറ്റ പൊട്ടലായിരിക്കും, നിന്ന് കത്തും CKC. ചേച്ചി ചേച്ചി ഇതെന്താ ആലോചിച്ച് നിക്കുവാ? ദേ, ഒരാളിവിടെ കുറ്റിയും ചുമന്നോണ്ട് നിക്കുവാ. ഇതാ ചാവി, ചെന്ന് കിച്ചൺ തുറന്നു കൊടുക്ക്. ബാ. ദേ, ഇവിടെ വെച്ചേക്ക്. ശരി എന്നാ ആ. ഞാൻ പോട്ടെ. ആ ഇതുപോലൊരു ഗ്യാസ് ഊറ്റി കൊണ്ടുവന്ന് ആ CKCയുടെ ക്യാബിനിൽ വെച്ച് തുറന്നങ്ങ് വിടിഞ്ഞാൻ. ചില സമയങ്ങളിൽ വന്നു കയറി ഉടനെയുള്ള അയാളുടെ സീറ്റ് കത്തിപ്പുണ്ടല്ലോ, ഒറ്റ പൊട്ടലായിരിക്കും, നിന്ന് കത്തും CKC. വന്നാലുടനെ സിഗരറ്റ് കത്തിക്കുന്ന ശീലമുണ്ട് CKCക്ക്. അങ്ങനെയാണേൽ ഇന്നവൻ ആ ക്യാബിനുള്ളിൽ കത്തിച്ചാമ്പലാവും. ഇവിടെ ഇരിക്കട്ടെ, ഇതാവുമ്പോ പെട്ടെന്നൊന്നും ആരുടെയും കണ്ണിപ്പെടില്ല. ഞാൻ എത്തി സാർ. ഓക്കെ സാർ, ശരി. ആ ശരി സാർ. CKC സാറ് എപ്പോ എത്തുമെന്നങ്ങനെ അറിയോ? ദേ, സാറാ ഇപ്പൊ വിളിച്ചത്. ചേച്ചി എന്തായാലും നേരത്തെ വന്നത് കാര്യമായിപ്പോയി. 15 മിനിറ്റിനുള്ളിൽ സാർ എത്തുമെന്ന്. ആൾക്കെന്തോ ടെൻഷൻ ഉണ്ടെന്നാ തോന്നുന്നത്. എന്തായാലും വന്ന ഉടനെ ഒരു കോഫി കൊടുക്കണേ ചേച്ചി. എങ്കിൽ പിന്നെ
സാറ് വന്ന് കോഫി കൊടുത്തിട്ട് ക്ലീൻ ചെയ്യാം അല്ലേ? അത് മതി. ടെൻഷനിലാ വരുന്നെങ്കി പിന്നെ തൊട്ടേനും പിടിച്ചേനും എല്ലാം ദേഷ്യമാ. ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ മോളെ. മരണം കൊണ്ടേ അതൊക്കെ മാറും. എത്രയും പെട്ടെന്ന് ആ മാനേജർ സാറിങ് വന്നാ മതിയായിരുന്നു. അല്ലെങ്കിൽ വന്നു കയറിയ പാടെ കോഫി എവിടെ, സിഗരറ്റ് എവിടെ, ലൈറ്റർ എവിടെ, ഫയൽ എവിടെ എന്നൊക്കെ ചോദിച്ചാൽ ആകെ വിളി തുടങ്ങും. ടെൻഷൻ ആവണ്ട, ഇന്ന് സാറിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നടക്കുന്ന കാര്യമല്ലത്. നോക്കാം. ഉം.